പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സർക്കാരിന്റെ കാലത്തൊരിക്കലും ഒരു രാജിയും ഉണ്ടാവില്ല എന്നാണ്. ഇതാ യഥാർത്ഥത്തിൽ ചരിത്രമാണിത്. ആദ്യമായി ഒരു സമരത്തെ തുടർന്ന് ഒരു മന്ത്രി മോദി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള ചരിത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന്, ഒരു ഡിമാൻഡിനെ തുടർന്ന് ഒരു മന്ത്രി മോദി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. ഡി ധനസുമോദിലേക്ക്. സുമോദ്, ഇതിനു മുമ്പ് ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മന്ത്രി രാജിവെച്ചത് എന്നാണ്? ഇതിനു മുമ്പ് UPA സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു രാജി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അത് വലിയ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നില്ല. ജനകീയ പ്രക്ഷോഭം അന്നുണ്ടായിരുന്നത് മുഴുവനും ഇത്തരത്തിൽ ലോക്പാൽ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ സമീപകാലത്തൊന്നും ഒരു മന്ത്രിയുടെ രാജിക്ക് വേണ്ടി ഒരു ജനക്കൂട്ടം തെരുവിലിറങ്ങിയോ മുറവിളി കൂട്ടുകയോ ചെയ്ത ഒരു സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ 12 വർഷത്തെ മോദി ഭരണത്തിൽ അവരൊരു കാരണവശാലും നേരത്തെ ഈ ആരോപണങ്ങൾക്ക് വിധേയരായി പല മന്ത്രിമാർ രാജിവെച്ച മാതൃകയിൽ തങ്ങൾ രാജിവെക്കില്ല എന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചതുമാണ്. കാര്യം UPA സർക്കാരിന്റെ കാലത്ത് പല മന്ത്രിമാരാണ് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവ് രാജിവെച്ചിട്ടുണ്ട്, ശശി തരൂർ രാജിവെച്ചിട്ടുണ്ട്, അതിനു മുമ്പ് നട്വർ സിംഗ് രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കേന്ദ്രമന്ത്രിമാർ ആദ്യഘട്ടത്തിൽ രാജിവെച്ചിരുന്നെങ്കിൽ പോലും, UPA സർക്കാരിന്റെ കാലത്ത് രാജിവെച്ചിരുന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു രാജിയും ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു